പലപ്പോഴും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകളും കേന്ദ്രം നിയമിക്കുന്ന ഗവർണർമാരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന മറ്റൊരു പാർട്ടിയുമാണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഗവർണറായിരുന്ന രാമകൃഷ്ണ റാവുവും EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരും തമ്മിൽ തീരെ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഗവർണർമാരായിട്ട് വന്ന വിശ്വനാഥൻ, അതുപോലെ വാഞ്ചു, ഇവർക്കൊക്കെ നേരെ പ്രതിപക്ഷം വലിയ തോതിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്. RS ഗവായി കേരളത്തിൽ ഗവർണറായിരിക്കുന്ന സമയത്ത് CPMകാർ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായിട്ടുണ്ട്. രാജ്ഭവനിലേക്ക് തള്ളിക്കയറാൻ നോക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രാം ദുലാരി സിൻഹ ഇരിക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ചും വളരെ ആക്ഷേപകരമായ പല പരാമർശങ്ങളും CPM നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടായിട്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പോലെ ഒരു പ്രതിസന്ധി ഒരു സമയത്തും ഉണ്ടായതായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുക. ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. സർക്കാരിൻ്റെ പല ചെയ്തികളെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായിട്ട് നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായിട്ട് അതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതാണ്ട് 2 കൊല്ലത്തോളം തടഞ്ഞു വെച്ച ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച് പിന്നെ വൈകിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. ഗവർണർ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനേക്കാളും നന്നായിട്ട് ഫലപ്രദമായിട്ട് സർക്കാരിനെ വിമർശിക്കുന്ന അദ്ദേഹമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആദ്യം കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി. അതിനുശേഷം ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവും റദ്ദാക്കി. ആ സ്ഥാനത്തേക്ക് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ഗവർണർ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാളെ താൽക്കാലികമായിട്ട് നിയമിച്ചിരിക്കുകയാണ്. മറ്റ് സർവകലാശാലകളിലും അദ്ദേഹം തന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കും എന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സെനറ്റിലും ഒക്കെയുള്ള നാമനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഏറെക്കുറെ എല്ലാവരും, അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ BJPയുമായിട്ട് സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഗവർണർക്കെതിരായിട്ട് നമ്മുടെ നാട്ടിലെ SFIക്കാർ ഒരു സമരം പ്രഖ്യാപിക്കുക, അദ്ദേഹത്തെ 3 സ്ഥലത്ത് വഴിയിൽ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. 2 ഘട്ടത്തിൽ അദ്ദേഹം കടന്നുപോയി. 3ാമത്തെ സ്ഥലത്ത് പൈലറ്റ് വാഹനം സ്പീഡ് കുറയ്ക്കാൻ നിർത്തുകയും ചെയ്തു. പുറകെ വന്ന ഗവർണറുടെ വാഹനവും നിർത്തി. അപ്പോൾ ഗവർണറുടെ വാഹനത്തിൻ്റെ ഡോറിൽ അടിച്ച് SFIക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഗവർണർ ഇതിനു മുമ്പ് ഒരു ഗവർണറും ചെയ്യാത്ത രീതിയിൽ കാറിൽ നിന്ന് ഇറങ്ങുകയും SFIക്കാർ വെല്ലുവിളിക്കുകയും ചെയ്തു. അതേ തുടർന്ന് SFIക്കാർ ജീവനും കൊണ്ട് ഓടി എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അപ്പോൾ ഗവർണറെ കണ്ടാൽ പേടിച്ച് ഓടാവുന്ന അത്ര ധൈര്യമേ നമ്മുടെ വിദ്യാർത്ഥി സഖാക്കൾക്കുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇതിൽ കൂടി പുറത്തു വന്നു. ഈ മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്ത് പോകുന്ന ദിവസം കുഴിമാട ഒരുക്കുന്ന പോലെയോ നിർദോഷമായ അല്ലെങ്കിൽ ലളിതമായ അല്ലെങ്കിൽ ഇവർക്ക് നിസ്സാരമായിട്ട് ചെയ്തിട്ട് പോരാവുന്ന ഒരു കാര്യമല്ല ഗവർണറെ വഴി തടയലും അദ്ദേഹത്തിൻ്റെ കയ്യേറ്റത്തിന് തുനിയുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഭരണത്തലവനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും വരെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപുരുഷനാണ് ഗവർണർ. ഗവർണർ ഈ നാട്ടിലെ ക്രമസമാധാന അന്തരീക്ഷം തകർന്നു. ഗവർണറായി എനിക്ക് പോലും ഇവിടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നൊരു റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് അയച്ചാൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഈ കേരള നിയമസഭ സസ്പെൻഡ് ചെയ്യാൻ, നമ്മുടെ മന്ത്രിസഭയെ പിരിച്ചുവിടാനൊക്കെയുള്ള അധികാരമുണ്ട്. അത് 356 അനുച്ഛേദത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തീ കൊണ്ടാണ് SFIക്കാർ കളിക്കുന്നത്. അവർക്ക് ഇതിൻ്റെ ഗൗരവം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇനി ഇപ്പോൾ SFIക്കാർ പറയുന്നത് കേരളത്തിൽ ഒരു ക്യാമ്പസിലും ചാൻസലറായ ഗവർണറെ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. ഒരാൾക്ക് ഒരു ക്യാമ്പസിൽ പ്രവേശിക്കണമെങ്കിൽ SFIയുടെ അനുവാദവും അംഗീകാരവും വാങ്ങിച്ചിരിക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി ആക്ടിലോ സ്റ്റാറ്റ്യൂട്ടിലോ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ SFIക്കാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വെല്ലുവിളി നടത്തുന്നത് നമുക്കറിയില്ല. ഗവർണറാണെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിക്കുകയും അദ്ദേഹം വരുന്ന 3 ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും എന്നും യൂണിവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുക്കും എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഏറ്റുമുട്ടലിലേക്കാണ് പോകുന്നത്. ഇത് ഏത് നിലയ്ക്കും സംസ്ഥാനത്തിനോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനോ ഗുണകരമായിരിക്കില്ല. ഈ SFIക്കാരെ സമാധാനമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതുപോലുള്ള
ഈ വിധ്വംസകമായ പരിപാടിയിൽ നിന്ന് അല്ലെങ്കിൽ അക്രമാസക്തമായ സമരത്തിൽ നിന്ന് പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രി ചേർന്ന് പിന്തിരിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. മാത്രമല്ല, ഈ നവകേരള സദസ്സ് ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്ത് മൊത്തത്തിലൊരു കുത്തഴിഞ്ഞ അവസ്ഥയാണുള്ളത്. മന്ത്രിമാരാരും തലസ്ഥാനത്തില്ല. ഭരണം കുത്തഴിഞ്ഞ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പോലീസ് സംവിധാനം ഒട്ടും തന്നെ ഫലപ്രദമല്ല. ശബരിമലയിലെ കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പോകുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കേരള സംസ്ഥാനം കടന്നു പോകുന്നത്. നവകേരള സദസ്സ് നടത്തുന്നത് മന്ത്രിമാരടക്കം ഇതുപോലെ ബസ് യാത്ര നടത്തുന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അതോ ഉള്ള പ്രതിച്ഛായ കൂടുതൽ മോശമാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന കാര്യത്തിലാണ് നമുക്കിപ്പോൾ സംശയം.